Dear students, now we are moving on to our next session, that is electron and electronic spectroscopy and lasers. In this particular unit 2 le കുറച്ച് portions മാത്രമാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ ഓഫ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുക. And mainly we will be focusing on electron spectroscopy. Electron spectroscopy ക്കകത്ത് വരുന്നത് photoelectron spectroscopy, അതിനകത്ത് തന്നെ XPS ഉണ്ട്, UPS ഉണ്ട്, അതുപോലെ തന്നെ ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. ഇങ്ങനെ 3 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദീസ് ടെക്നിക്സ് ആ ബേസിക്കലി സർഫസ് സ്റ്റഡീസിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. എല്ലാ സർഫസ് സ്റ്റഡീസിന് മാത്രമല്ല, പക്ഷേ മെയിൻലി സർഫസ് സ്റ്റഡീസിന് യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സുകളാണ് ഈ അല്ലെങ്കിൽ എസ്ക UPS അല്ലെങ്കിൽ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ തന്നെ ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ പറയുന്നത്. ഒരു സർഫസ് ഉണ്ട്, ആ സർഫസിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ സർഫസിലുള്ള ഗ്രൂപ്പുകൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ഒരു ടെക്നിക്കുകളുടെ യൂസേജ് തന്നെ വരുന്നത്. കാറ്റാലിസിസ്, കൊറോഷൻ സ്റ്റഡി, അവിടെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നൊരു പെർട്ടിക്കുലർ ഫീൽഡാണ്, ഒരു ടെക്നിക്കാണ് ഈ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിലെ XPS അതുപോലെ തന്നെ AES. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ ബ്രീഫായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. സോ മൂവിങ് ഫർദർ, ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നിക്സ് ആണ്. ദേ ആർ ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് ടെക്നിക്സ് ബേസ്ഡ് ഓൺ അനാലിസിസ് ഓഫ് എനർജീസ് ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് സച്ച് ആസ് ഫോട്ടോ ഇലക്ട്രോൺസ്, ഓഗർ ഇലക്ട്രോൺസ് എക്സെട്ര. എമിറ്റഡ് ഇലക്ട്രോൺസിൻ്റെ എനർജി സ്റ്റഡി ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ബേസിൽ അനാലിസിസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളെ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പറയുന്നു. സോ earlier discussions we discussed about spectroscopy. അവിടെ നമ്മൾ റേഡിയേഷൻസ് യൂസ് ചെയ്തു. ഇവിടെ റേഡിയേഷൻ തന്നെ ആവണമെന്നല്ല യൂസ് ചെയ്തത്. അവിടെ നേരത്തെ കേസിൽ നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്തു, റേഡിയേഷൻ്റെ ട്രാൻസ്മിറ്റൻസിനെ സ്റ്റഡി ചെയ്തു, അതിൻ്റെ ഫ്രീക്വൻസി വരുന്ന വ്യത്യാസങ്ങളെ സ്റ്റഡി ചെയ്തു. സോ എവറിത്തിങ് വാസ് റിലേറ്റഡ് ടു ഫോട്ടോൺസുമായിട്ട് മാത്രമാണ് റിലേഷൻ വന്നിരുന്നത്. നൗ വി ആർ മൂവിങ് ഫർദർ. കുറച്ചും കൂടെ ഒന്ന് മാറി ചിന്തിക്കുകയാണ്. ഹിയർ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഹൗ ദേ ഇൻട്രാക്ട്, ഹൗ ദ എനർജീസ് വിൽ ബി വേരിയിങ് വെൻ ദേ ഇൻട്രാക്ട് വിത്ത് എ ഹൈ എനർജി റേഡിയേഷൻ ഓർ ഹൈ എനർജി ഇലക്ട്രോൺ ബീം. അതിൻ്റെ ബേസിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ യു വിൽ ബി ഗെറ്റിംഗ് ഫ്രം എ പർട്ടിക്കുലർ മോളിക്യൂൾ. ഒരു സർഫസിലേക്ക് ഇങ്ങനെ നമ്മൾ ഒരു ഇലക്ട്രോൺ ബീമോ അല്ലെങ്കിൽ ഒരു എക്സ്റേ ബീമോ, ഹൈ എനർജി എക്സ്റേ ബീമോ നിങ്ങൾ റേഡിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഇലക്ട്രോൺസ് വിൽ ബി ഇജക്റ്റഡ് ആൻഡ് യു വിൽ ബി സ്റ്റഡിയിങ് ദി എനർജീസ് ഓഫ് ദിസ് ഇലക്ട്രോൺസ്. എനർജീസ് എത്രയാണ്? ആൻഡ് ബേസ്ഡ് ഓൺ ദി എനർജി ഓഫ് ദിസ് ഇലക്ട്രോൺസ് യു വിൽ ബി ഏബിൾ ടു സേ ഓക്കെ ദിസ് മച്ച് ഈസ് ദി ബൈൻഡിങ് എനർജി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇലക്ട്രോൺ ഇൻ ദാറ്റ് ആറ്റം. ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോണിൻ്റെ ബൈൻഡിങ് എനർജി ഇത്രയുമായിരുന്നു നിങ്ങൾക്ക്. ഇഫ് യു ആർ ഏബിൾ ടു മെഷർ ദി കറസ്പോണ്ടിങ് എനർജി ഓഫ് എമിറ്റഡ് ഔട്ട് ഇലക്ട്രോൺസ് ഇൻ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി യു വിൽ ബി ഏബിൾ ടു പ്രെഡിക്റ്റ് ഓർ യു വിൽ ബി ഏബിൾ ടു കാൽക്കുലേറ്റ്. സോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി അതുപോലെ തന്നെ ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇത് രണ്ടും ബേസിക്കായിട്ട് വിൽ ബി പ്രൊവൈഡിങ് യു ഇൻഫർമേഷൻ റിഗാർഡിംഗ് the electrons in a particular molecular orbital or atomic orbital, and this will be indirectly related to the oxidation state of the atom, the corresponding chemical composition, the corresponding chemical structure of the molecule etc. ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് കിട്ടും. ആൻഡ് ദിസ് ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സർഫസ് സ്റ്റഡീസ്. സോ സർഫസ് സ്റ്റഡീസിൽ എന്ന് വെച്ചാൽ സർഫസിനകത്ത് നമ്മൾ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇഫ് യു ഹാവ് എ മെറ്റീരിയൽ you can consider this as a material. You have the sample here, you have a small thin layer on the surface. സർഫസിൽ തിൻ ലെയർ ഉണ്ട്. ഈ സർഫസിലുള്ള ലെയറിനെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യണം. അപ്പോൾ നമ്മൾ കൊറോഷൻ നടന്ന ഒരു മെറ്റൽ ആകാം, അല്ലെങ്കിൽ നിങ്ങളൊരു മോണോ ലെയർ ഫോം ചെയ്ത ഒരു പർട്ടിക്കുലർ
മെറ്റീരിയൽ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ സിന്തസൈസ് ചെയ്തൊരു നാനോ പാർട്ടിക്കിളിൻ്റെ സർഫസിൽ എന്തൊക്കെയുണ്ട്, ആ നാനോ പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് സർഫസ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ ആ സർഫസുമായിട്ട് റിലേറ്റഡ് ആണ്, അതിൻ്റെ കോമ്പോസിഷൻ എന്താണ്, ഇതൊക്കെ അറിയണമെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് പെർട്ടിക്കുലർ സർഫസ്. സോ ആ സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാനോമീറ്റർ തിക്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ ആംസ്ട്രോങ് തിക്നെസ് ആയിരിക്കും. ഇത്രയും നാരോ റേഞ്ചിൽ, ഇത്രയും ചെറിയൊരു റേഞ്ചിൽ നമുക്ക് അവിടെ സ്റ്റഡി നടത്തണമെങ്കിൽ യു ക്യാൻ ആക്ച്വലി യൂസ് ദിസ് കൈൻഡ് ഓഫ് ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. സോ ഒരു സോളിഡിൻ്റെ ഫ്യൂ ആംസ്ട്രോങ്സ് ടു ഫ്യൂ നാനോമീറ്റർ ലെങ്ത്തിലേക്ക്, ഡെപ്തിലേക്ക് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്സ്. ആൻഡ് സ്പെസിഫിക്കലി ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെയൊക്കെ ഉള്ള ടെക്നിക്സ്. സോ ഇപ്പോൾ നിങ്ങൾ MSc ലെവലിൽ സ്റ്റഡി ചെയ്യുന്നു, ഇനി ഹയർ നിങ്ങൾ റിസർച്ചിനൊക്കെ പോവുകയാണെങ്കിൽ സംടൈംസ് യു മേ ബി സിന്തസൈസിങ് ന്യൂ കോമ്പൗണ്ട്സ്, മെറ്റീരിയൽ സിന്തസിസിനൊക്കെ പോകാറുണ്ടാവും. അപ്പോൾ കാറ്റലിസ്റ്റാണ് സിന്തസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ വേറെ എന്തെങ്കിലും ഫോട്ടോ വോൾട്ടൈക് ആപ്ലിക്കേഷനുള്ള മെറ്റീരിയലാണ് സിന്തസൈസ് ചെയ്യുന്നത്. എന്തെങ്കിലും മെറ്റീരിയൽ സിന്തസിസ് ആണെങ്കിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി ഇസ് ദി സർഫസ്. ആ സർഫസിലുള്ള എന്തൊക്കെ കോമ്പോസിഷനാണ്, സർഫസിലുള്ള ആറ്റംസ് ഏതൊക്കെയാണ്, സർഫസിലെ ഗ്രൂപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യണമെങ്കിൽ യു ക്യാൻ ആക്ച്വലി യൂസ് ദിസ് കൈൻഡ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി. സോ ഹിയർ വെൻ യു ഇറേഡിയേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ മെറ്റീരിയൽ സാമ്പിൾ വിത്ത് എ സ്യൂട്ടബിൾ സോഴ്സ്, നിങ്ങൾക്ക് എക്സ്റേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അയോണിക് ആയിട്ടുള്ള ന്യൂട്രലോ അല്ലെങ്കിൽ അയോണിക് ആയിട്ടുള്ള മോളിക്യൂൾസോ യൂസ് ചെയ്യാം, അയോൺസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സോഴ്സിനെ, ഒരു റേഡിയേഷനെ, അല്ലെങ്കിൽ ഒരു പ്രൈമറി ബീമിനെ നിങ്ങൾ സർഫസിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ് ഇൻ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. യു വിൽ ബി യൂസിങ് ഐദർ ഫോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ് ഓർ അയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ്. ന്യൂട്രോൺസിനെയൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സർഫസിലേക്ക് ഇറേഡിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഹൈ എനർജി റേസ് നിങ്ങൾ യൂസ് ചെയ്യും, ഓഫ് എക്സ്റേസ് ഓർ ഇലക്ട്രോൺസ് ഓർ എനി ഓഫ് ദിസ് കൈൻഡ് ഓഫ് ന്യൂട്രൽ മോളിക്യൂൾസ്. സോ ദീസ് primary beam will be coming and will be falling on the surface. സർഫസിൽ വന്നു കഴിയുമ്പോൾ അതിന് അധികം ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി കൊളൈഡിങ് വിത്ത് സം ഓഫ് ദി ഇലക്ട്രോൺസ് ദാറ്റ് ആർ present inside the atoms of this atoms present in the surface. സർഫസിലുള്ള പല മോളിക്യൂൾസിൻ്റെ ആറ്റംസിലെ ഇലക്ട്രോൺസുമായിട്ട് കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു സെക്കൻഡറി ബീം ജനറേറ്റഡ് ആയിട്ട് ആ സെക്കൻഡറി ബീം പുറത്തേക്ക് വരും. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ തന്നെ ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിൽ, ഇൻ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി യു വിൽ ബി യൂസിങ് എക്സ്റേസ്, ഹൈ എനർജി എക്സ്റേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഹൈ എനർജി എക്സ്റേസ് യൂസ് ചെയ്ത് നിങ്ങൾ ഇറേഡിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറ്റത്തിലെ അല്ലെങ്കിൽ മോളിക്യൂളിലെ കോർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് എല്ലാം ഇജക്റ്റഡ് ഔട്ട് ആയിട്ട് അത് പുറത്തേക്ക് സെക്കൻഡറി ബീമായിട്ട് പുറത്തേക്ക് വരും. ഈ സെക്കൻഡറി ബീമിനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. അതിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ അനലൈസ് ചെയ്യും. കൈനറ്റിക് എനർജിയുടെ ബേസിൽ യു വിൽ ബി ഏബിൾ ടു ഡിറ്റർമൈൻ ദി ബൈൻഡിങ് എനർജി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇലക്ട്രോൺ. സോ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ എക്സ്റേസ് യൂസ് ചെയ്ത് നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റലിലെയോ കോർ ഇലക്ട്രോൺസിനെയോ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണിനെയോ, അതും അല്ലെങ്കിൽ ഇപ്പോൾ മോളിക്യൂൾസ് ആണുള്ളതെങ്കിൽ മോളിക്യൂൾസിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസിനെയോ ഇജക്റ്റ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ സെക്കൻഡറി ബീം. ദി സെക്കൻഡറി ബീം വിൽ ബി കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഈ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി നിങ്ങൾ മെഷർ ചെയ്യും. കൈനറ്റിക് എനർജിയിൽ നിന്ന് യു വിൽ ബി ഗെറ്റിംഗ് an idea regarding the binding energy of each of these electrons inside that particular atom or molecule that you are studying. The atom or molecule which is present on the surface of the sample. സാമ്പിളിൻ്റെ സർഫസിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ഒരു ആംസ്ട്രോങ്സ് അല്ലെങ്കിൽ നാനോമീറ്റർ തിക്നെസ്സിലുള്ള ആ ഒരു സ്മോൾ ലെയറിലുള്ള ആറ്റംസിനെ മോളിക്യൂൾസിനെ കുറിച്ചോ യു വിൽ ബി ഗെറ്റിംഗ് സം ഐഡിയ. സോ this is actually what we'll be doing in electron spectroscopy, and specifically in the case of Auger electron spectroscopy and photoelectron spectroscopy. So common ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള
Spectroscopic techniques for surface analysis ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. These are some of the techniques or spectroscopic techniques that are used for analysis of surface, and you can see large number of techniques here, and we are concerned only about two techniques, that is XPS, ESCA or AES. ഇങ്ങനെ രണ്ട് ടെക്നിക്സിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ XPS തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. where you will be having both XPS as well as UPES or UPS, ultraviolet photo electron spectroscopy, അതുപോലെ തന്നെ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ രണ്ട് സെക്ഷനും കൂടെ നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. അതിൽ നിന്നാണ് നമ്മൾ വീണ്ടും XPSനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് അല്ലെങ്കിൽ എസ്കയിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷന് വേണ്ടി പോവുക. ആൻഡ് after that we will be having a discussion on Auger electron spectroscopy. So this is the list of various techniques that are available or useful for analysis of surface. നമ്മൾ പറഞ്ഞ പോലെ എല്ലാം യൂസ് ചെയ്യുന്ന ബീമും അതുപോലെ തന്നെ പുറത്തേക്ക് വരുന്ന സ്കാറ്റേർഡ് ആയിട്ട് വരുന്ന ബീമും സെയിം ആവണമെന്നില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ബേസിലാണ് നമുക്ക് ഓരോരോ ഡിഫറെൻറ്റ് ടെക്നിക്സും വരുന്നത്. XPSൻ്റെ കേസിൽ അല്ലെങ്കിൽ എസ്കയുടെ കേസിൽ you will be using an X-ray to irradiate the sample, and you will be getting electron beams or electrons ejected out of the material. In the case of AES, you can either use electron beam or X-rays. AES in the case you will be using either electron beam, high energy electron beam or X-rays or UCM, and you will be getting secondary emission as electrons. ഇലക്ട്രോൺസിനെ നമുക്ക് ഇജക്റ്റഡ് ഔട്ട് ആയിട്ട് കിട്ടും, ആൻഡ് യു വിൽ ബി അനലൈസിങ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ, ആൻഡ് സബ്സിക്വൻ്റ്ലി യു വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദി ബൈൻഡിങ് എനർജി ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ഇലക്ട്രോൺ ഇൻ ദ ആറ്റം ഓർ ദ മോളിക്യൂൾ ഓൺ ദ സർഫസ്. സോ ഈ രണ്ട് ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് XPS ആൻഡ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ESCA as well as Auger electron spectroscopy. And if you look into some other books, you can get information regarding the other techniques also. If you look into instrumental methods, books on instrumental methods of analysis or analytical techniques, all those books will be giving you an idea regarding these different techniques. എന്തൊക്കെയാണ് ഈ ടെക്നിക്കുകൾ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് you will be getting from other different books. So the basic theory of photoelectron spectroscopy is given here. So the basic theory regarding this electron spectroscopic is given here. So what you will be doing is that you will be having beam of X-ray, electron beam or UV radiation. നമ്മൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബീം എടുത്തിട്ട് you will be irradiating the സാമ്പിളിലേക്ക് നമ്മൾ ഇറേഡിയേറ്റ് ചെയ്യും. ആൻഡ് ഇറേഡിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ this will be having high energies, and when these radiations or when these beams of light or primary beam hit the sample, hit the molecules or hit the corresponding atoms on the surface, electrons will be ejected out. Photo electrons ചിലപ്പോൾ ejected out ആകും, അല്ലെങ്കിൽ Auger electrons ejected out ആകും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കറസ്പോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി അതുപോലെ തന്നെ കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഐഡിയ റിഗാർഡിംഗ് ദ സർഫസ് ഓഫ് ദി സാമ്പിൾ. So here you can see you will be irradiating or you will be allowing a particular beam of X-ray or electron beam to fall on the sample. അപ്പോൾ സാമ്പിളിൻ്റെ സർഫസിലുള്ള ആറ്റംസിൻ്റെ കോറിലുള്ള ഇലക്ട്രോൺസുമായിട്ടായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത്. ദി ബീം വിൽ പ്രൊവൈഡ് ദി എക്സസ് എനർജി ടു ദി ഇലക്ട്രോൺസ് ഇൻ ദ കോർ ലെവലിലുള്ള ഇലക്ട്രോൺസിന് ആ ഒരു കറസ്പോണ്ടിങ് എനർജി കൊടുക്കും. അപ്പോൾ അത് ഇജക്റ്റഡ് ഔട്ടായിട്ട് വരും if you are using X-ray or electron beam. ഇങ്ങനത്തെ രണ്ട് എക്സ്റേ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുമ്പോൾ ഈ കോർ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഇൻ ദ കേസ് ഓഫ് PS you will be using X-ray beam alone. X-ray beam മാത്രമായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. Auger electron spectroscopyയുടെ കേസിൽ you can either use X-rays or electron beam. ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യാം അല്ലെങ്കിൽ X-rays യൂസ് ചെയ്യാം. ഈ രണ്ട് കേസിലും Auger electron spectroscopyയുടെ കേസിലും PSൻ്റെ കേസിലും you will be ejecting out the electrons from the core level. കോർ ലെവൽ എന്ന് പറഞ്ഞാൽ കെ ഷെല്ലാകാം എൽ ഷെല്ലാകാം. ആ ഒരു ഷെല്ലിൽ നിന്നൊക്കെ ഇലക്ട്രോൺസിനെ ഇജക്റ്റഡ് ഔട്ട് ആക്കും. ആൻഡ് ദിസ് ഇലക്ട്രോൺ വിൽ ബി കമ്മിങ് ഔട്ട് ഓഫ് ദി ആറ്റം.
ഒരു പെർട്ടിക്കുലർ എനർജിയിൽ അത് പുറത്തേക്ക് വരും. ആ എക്സസ് എനർജി ഒരു ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ എപ്പോഴും അതിനെ ബൈൻഡ് ചെയ്തിരിക്കുന്ന എനർജി കൂടാതെ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ എല്ലാം കൂടെ ഓവർകം ചെയ്തിട്ട് അതിന് പുറത്തേക്ക് വരണം. അതെല്ലാം ഓവർകം ചെയ്യാനുള്ള എനർജി സഫീഷ്യൻ്റ് ആയിട്ട് ഇലക്ട്രോണിനുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഏബിൾ ടു കം ഔട്ട് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ആറ്റം. ഇനി ആ ബൈൻഡിങ് എനർജിനെ ഓവർകം ചെയ്യുന്നത് കൂടാതെ എക്സസ് എനർജി അവൈലബിൾ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് സം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി. ഇറ്റ് വിൽ ബി ഹാവിങ് സം കൈനറ്റിക് എനർജി ഓൾസോ. സോ എത്ര കൈനറ്റിക് എനർജി ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി കാൽക്കുലേറ്റ് ദി binding energy of that particular electron. So once this particular electron is ejected out of that particular atom, ആ ആറ്റത്തിൽ നിന്ന് ഈ ഇലക്ട്രോൺ ഇജക്റ്റഡ് ഔട്ട് ആകുമ്പോൾ പിന്നെ അവിടെ ഒരു പെർട്ടിക്കുലർ വേക്കൻസി ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ ഈ ഒരു കാര്യം മാത്രമാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ എക്സ്റേ വരുന്നു, ഇലക്ട്രോണിനെ ഇജക്റ്റ് ഔട്ട് ചെയ്യുന്നു. എക്സ്റേ വന്ന് കോർ ഇലക്ട്രോണിനെ ഇജക്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും എസ്കൈ അല്ലെങ്കിൽ XPS. ഇനി എക്സ്റേക്ക് പകരം നമ്മൾ യു വി റേഡിയേഷനാണ് യൂസ് ചെയ്യുന്നത്. യു വി റേഡിയേഷൻ വന്നു കഴിയുമ്പോൾ അത് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ഔട്ട് ആക്കും. വാലൻസ് ലെവലിലുള്ള ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ഔട്ട് ആക്കുമ്പോൾ അങ്ങനെ വരുന്നതിന് നമ്മൾ പറയുന്നത് UPS, അൾട്രാ വയലറ്റ് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. സോ UPSൻ്റെ കേസിൽ യു വിൽ ബി യൂസിങ് UV radiation and the electrons from the valence band will be outer ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ ആയിരിക്കും ഇജക്റ്റ് ഔട്ട് ആവുന്നത്. So they also will be having some amount of kinetic energy. And ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ ഇവിടെ ആ ഇവൻറ്റ് തീർന്നു. നമ്മൾ പിന്നെ ഒന്നിനെക്കുറിച്ചും കൺസേൺഡ് അല്ല. ആ പുറത്ത് വരുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ സ്റ്റഡി ചെയ്തു, അതിൻ്റെ കൈനറ്റിക് എനർജി സ്റ്റഡി ചെയ്തു, ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യും. അത് അവിടെ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി തീർന്നു. When you come to auger electron spectroscopy, what happens is that you will be having a hole, ഒരു particular വേക്കൻസി നമ്മുടെ ഇന്നർ ഓർബിറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ വിത്ത് ദി ഇലക്ട്രോൺ ബീം ഓർ എക്സ്റേ. ആ ഒരു വേക്കൻസിയിലേക്ക് തൊട്ട് ഹയർ ലെവൽ നെക്സ്റ്റ് ഔട്ടർ ലെവലിലുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. This electron will be jumping to this particular level and the excess energy will be provided to another electron that is present in the same level. ആ സെയിം ലെവലിലുള്ള വേറെ ഇലക്ട്രോണിന് ഈ എക്സസ് എനർജി പ്രൊവൈഡ് ചെയ്യും. ഈ എക്സസ് എനർജി അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ പുറത്തേക്ക് ഇജക്റ്റഡ് ഔട്ട് ആകും. സോ ഫസ്റ്റ് ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ആ വേക്കൻസിയിലേക്ക് നെക്സ്റ്റ് ഹയർ ഓർബിറ്റിലെ ഇലക്ട്രോൺ വരും. ആ ഇലക്ട്രോൺ വരുമ്പോൾ എക്സസ് ആയിട്ട് റിലീസ് ചെയ്യുന്ന എനർജി വിൽ ബി അബ്സോർബ്ഡ് ബൈ അനദർ ഇലക്ട്രോൺ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സെയിം ഓർബിറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി going out of the atom with a particular amount of kinetic energy. So this is what happens in the case of auger electron spectroscopy or auger emission. ഇവിടെയും ഇലക്ട്രോൺ ആണ് എമിഷൻ നടക്കുന്നത്. പക്ഷേ ഇത് സെക്കൻഡറി അല്ലെങ്കിൽ 2 or 3 സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. ആദ്യം വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു, വേക്കൻസിയിലേക്ക് ഒരു ഇലക്ട്രോൺ വരുന്നു, ആ ഇലക്ട്രോണിൻ്റെ എനർജി വേറെ ഇലക്ട്രോണിന് കൊടുത്തിട്ട് അടുത്ത ഇലക്ട്രോൺ ആണ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇജക്റ്റഡ് ഔട്ട് ആകുന്നത്. In addition to auger emission, another process can also occur, that is ഈ വേക്കൻസിയിലേക്ക് ഹയർ ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് വരാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ ആ എക്സസ് ഉള്ള എനർജി റേഡിയേഷനായിട്ട് എമിറ്റ് ചെയ്ത് പോകാൻ പറ്റും, ഫ്ലൂറസെൻറ്റ് ഫോട്ടോണായിട്ട് എമിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫോട്ടോൺ ആണ് അവിടെ എമിറ്റ് ചെയ്ത് വരുന്നത്, ഒരു ഇലക്ട്രോൺ അല്ല. സോ ദാറ്റ് ഈസ് എക്സ്റേ ഫ്ലൂറസെൻസ് എന്ന് നമ്മൾ പറയും. സോ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ 1 സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നു. റേഡിയേഷൻ എക്സ്റേയുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ UV റേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇന്നർ ഓർബിറ്റിലുള്ള അല്ലെങ്കിൽ വാലൻസ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഔട്ട് ആവുന്നു. ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിൽ ഇങ്ങനെ ഇജക്റ്റഡ് ഔട്ട് ആയിട്ടുള്ള ആ ഒരു വേക്കൻസിയിലേക്ക് ഹയർ ഓർബിറ്റിൽ നിന്ന് വേറെ ഇലക്ട്രോൺ വരുന്നു. ആ ഇലക്ട്രോൺ വരുമ്പം ആ ഇലക്ട്രോണിൻ്റെ എക്സസ് എനർജി വേറെ ഒരു ഇലക്ട്രോണിന് കൊടുക്കുന്നു. ആ ഇലക്ട്രോൺ എമിറ്റഡ് ഔട്ട് ആവുന്നു. സോ ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഈവൻ ദോ എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓഗർ ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യുന്നുള്ള ഡിഫറെൻറ്റ് പ്രോസസ്സ് വഴിയാണെങ്കിലും ദി ഇൻഫോർമേഷൻ ദ ഇലക്ട്രോൺസ് ക്യാരി വിൽ ബി
giving you an idea regarding the binding energy. Binding energy കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് രണ്ട് അനാലിസിസിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കെമിക്കൽ അനാലിസിസിന് ബൈൻഡിങ് എനർജി നമുക്കറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആക്ച്വലി യു ക്യാൻ കാൽക്കുലേറ്റ് ദി ഓർ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ആറ്റം ഈസ് പ്രസൻറ്റ്. സർഫസിലുള്ള സോഡിയം ആണോ, ഓക്സിജൻ ആണോ, ക്ലോറിൻ ആണോ, അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ ആറ്റമാണ് ആ ഒരു പെർട്ടിക്കുലർ സർഫസിൽ പ്രസൻ്റ് ആയിരിക്കുന്നതെന്ന് ഇഫ് യു നോ ദ ബൈൻഡിങ് എനർജി യു ക്യാൻ ആക്ച്വലി സേ. So the binding energy of electron can be calculated like in this particular manner. E binding is equal to ഒരു particular orbital binding energy, E binding is equal to h nu minus ke minus psi. h nu minus ke minus psi. Binding energy ആണ് E binding. ഒരു particular orbital ആ ഒരു കറസ്പോണ്ടിങ് ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ നിന്ന് ആ ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ എത്ര എനർജി കൊടുക്കണം, ദാറ്റ് ഈസ് ദ ബൈൻഡിങ് എനർജി. ആൻഡ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ സബ്സ്ട്രാക്ടിങ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ആൻഡ് ദ വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷനും കൈനറ്റിക് എനർജിയും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ റേഡിയേഷൻ്റെ എനർജിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദി ബൈൻഡിങ് എനർജി. ആൻഡ് വർക്ക് ഫംഗ്ഷൻ ഈസ് ആക്ച്വലി നമ്മൾ സോളിഡ്സിൻ്റെ കേസിൽ പറയുന്ന ഒരു കാര്യമാണ് വർക്ക് ഫംഗ്ഷൻ. നമ്മളുടെ വാലൻസ് ലെവലിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റും ബാലൻസ്. ഇപ്പം നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യുവാണെങ്കിൽ കോർ ലെവൽസ് ഉണ്ടാവും ആൻഡ് യു ഹാവ് ദ വാലൻസ് ലെവൽ. വാലൻസ് ലെവലിൻ്റെ ഏറ്റവും വാലൻസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബൈൻഡിങ് എനർജി. ആൻഡ് യു ഹാവ് ദ വാക്യൂം ലെവൽ ഓൾസോ ഫോർ എനി സോളിഡ് മെറ്റീരിയൽ. സോ ഇവിടെ നിന്നൊരു മെറ്റീരിയലിനെ നമുക്ക് ഇവിടെ വരെ കൊണ്ടുപോകണം, ബാലൻസ് ലെവൽ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദി എമൗണ്ട് ഇസ് ദ ബൈൻഡിങ് എനർജി. യു ഹാവ് ടു സപ്ലൈ ദ ബൈൻഡിങ് എനർജി. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനിൽ നിന്ന് മുഴുവൻ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഫോഴ്സ്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഓവർകം ചെയ്യണമെങ്കിൽ അതിന് എക്സസ് ആയിട്ടുള്ള ഒരു എനർജി വേണ്ടി വരും. സോ ദാറ്റ് ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ പുറത്തേക്ക് വരാൻ വേണ്ടി അത് എക്സസ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. സോ വാലൻസ് ലെവലിൽ നിന്ന് വാക്യൂം ലെവൽ വരെ ഉള്ള ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ വാക്യൂം ലെവലിൻ്റെ പുറത്തേക്ക് കിടക്കാനുള്ള ഡിഫറൻസാണ് നമ്മുടെ വർക്ക് ഫംഗ്ഷൻ പ്ലസ് ബൈൻഡിങ് എനർജി വരിക. സോ ഒരു ആറ്റത്തിൻ്റെ പുറത്ത് കിടക്കാൻ ബൈൻഡിങ് എനർജി വേണം. പുറത്ത് കടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ ഓവർകം ചെയ്യാനുള്ളൊരു ആ ഒരു ഇൻഫ്ലുവൻസ് പോലും ഇല്ലാതിരിക്കുന്ന ഫ്രീ ആയിട്ടുള്ളൊരു ലെവലിലേക്ക് ഇലക്ട്രോൺ വരണമെങ്കിൽ യു ഹാവ് ടു സപ്ലൈ സം മോർ എനർജി, ദാറ്റ് ഈസ് ദി work function. So the binding energy of any electron can be obtained like this. E binding is equal to h nu minus ke minus psi. ഒരു ഫോട്ടോ ഇലക്ട്രോണിൻ്റെ കേസിൽ when you are doing the XPS or UPS അല്ലെങ്കിൽ XPS ചെയ്യുമ്പോൾ this is the corresponding binding energy. In the case of Auger emission, Auger ഇലക്ട്രോണിൻ്റെ കേസ് ആണെങ്കിൽ the kinetic energy, kinetic energy is equal to h nu minus EB minus EC. EB എന്ന് പറഞ്ഞാൽ ബി ലെവലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈൻഡിങ് എനർജി, സി ഇലക്ട്രോൺ പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബൈൻഡിങ് എനർജി. സോ h nu is the corresponding energy of the radiation. So here ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സപ്ലൈ ചെയ്യുന്ന ഒരു എനർജി ഉണ്ടാവും EB. ഈ എനർജി ഇവിടെ അബ്സോർബ് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. സോ ദാറ്റ് ഈസ് അനദർ EB, ദാറ്റ് ഈസ് EC. സോ യു ഹാവ് ദി കൈനറ്റിക് എനർജി K ഈസ് ഈക്വൽ ടു h nu minus EB minus EC. In most of the cases EB and EC will be same, so EKE will be equal to h nu minus 2 EB. So this is the basic things regarding the electron spectroscopy. ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണുള്ളത്. സർഫസ് സ്റ്റഡീസിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു പ്രൈമറി ബീം ഉണ്ടാവും, ഒരു സെക്കൻഡറി ബീം ഉണ്ടാവും. സെക്കൻഡറി ബീം ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും നമുക്കുണ്ടാവുന്നത്. സെക്കൻഡറി ബീമിനകത്ത് ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ഇഫ് യു ആർ മെഷറിംഗ് യു ക്യാൻ ആക്ച്വലി കാൽക്കുലേറ്റ് ദി ബൈൻഡിങ് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ആറ്റം ഓർ മോളിക്യൂൾ. ആൻഡ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. അതിനകത്ത് XPS അതുപോലെ തന്നെ AES ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. And we will be having a discussion on PES,
when we discuss PES, we will be discussing about XPS as well as UPES. അല്ലെങ്കിൽ UPS നെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. XPSനകത്ത് എക്സ്റേസ് യൂസ് ചെയ്ത് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ ചെയ്യുന്നതാണ്. And in that case, we will be studying the core electrons, and UPSന്റെ കേസിൽ you will be studying the valence electron and you will be using a UV radiation. And the basic theory was discussed. Basic theory you will be using in the case of PES or in the case of Auger electron spectroscopy, the basic beam that you will be using is X-ray or electron beam. And if you are using UV radiation, you will be getting UPS. Ultraviolet photoelectron spectroscopy നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ UV radiation നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. So further, എന്ത് സംഭവിക്കുന്നു during the formation of photoelectrons? So when you irradiate a particular atom or surface with a X-ray or electron beam, first and foremost thing happening is that the co-electrons will be ejected out. If you are using UV rays, the electrons in the valence band will be ejected out. And how അതിൻ്റെ kinetic energy calculate ചെയ്യുമ്പോൾ you can actually get an idea regarding the binding energy of the particular electron in an atom or molecule. And core electrons ആണ് ejected out ആയിട്ടുള്ളതെങ്കിൽ core electrons ഓഗ എമിഷൻ്റെ കേസിൽ കോർ ഇലക്ട്രോൺസിൻ്റെ ഫില്ലിംഗ് നടന്നതിന് ശേഷമാണ് ഓഗ എമിഷൻ നടക്കുന്നത്. ഓഗ എമിഷൻ നടക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സ് എന്താണ്? ടു സ്റ്റെപ്പ് പ്രോസസ്സാണ്. ദാറ്റ് ഈസ് കെ ഷെല്ലിലെ ഇലക്ട്രോൺ ആണ് ഇജക്റ്റഡ് ഔട്ട് ആയിട്ടുള്ളതെങ്കിൽ എൽ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഈ വേക്കൻസി ഫില്ല് ചെയ്യും. ആൻഡ് എക്സസ് എനർജി വിൽ ബി ഡൊണേറ്റഡ് ടു അനദർ ഇലക്ട്രോൺ ഇൻ ദ എൽ ഷെൽ ആൻഡ് ദാറ്റ് ഇലക്ട്രോൺ വിൽ ബി ഇജക്റ്റഡ് ഔട്ട് ഓഫ് ദ ആറ്റം. ആൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ് ഇജക്റ്റഡ് ഔട്ട് ഇലക്ട്രോൺ വിൽ ബി സ്റ്റഡീഡ് and the binding energy will be calculated. So ഇതിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ട് you will be getting an idea regarding the corresponding element. And the binding energy of photoelectron, E binding is equal to h nu minus Ke minus psi, where phi is the work function, and kinetic energy of Auger electron is h nu minus Eb minus Ec. In many cases Ke is equal to h nu minus 2 Eb, and Eb is actually the binding energy of electrons in the nth level or the next higher level to the level in which the photo emission occurred. Photo electron generate ചെയ്ത ലെവലിനെക്കാട്ടും നെക്സ്റ്റ് ഹയർ ലെവലിലുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും. ഇലക്ട്രോൺസിൻ്റെ ബൈൻഡിങ് എനർജിയാണ് Eb വരുന്നത്. So this is the basic things that we discuss in the introduction section of the electron spectroscopy, and I hope it is clear to you. Thank you.